According to Partnership Act 1932, we apply the provisions of Indian Partnership Act for partnership accounting. അപ്പോൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ് ചെയ്യാൻ വേണ്ടി പാർട്ട്ണർഷിപ്പ് ആക്ടിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ലൈ ചെയ്യും. ഇനി ഇതില് പാർട്ട്ണർഷിപ്പിന്റെ നേച്ചർ എന്ന് പറയുന്നത്, ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ എന്തുവാണെന്ന് പാർട്ട്ണർഷിപ്പ് ആക്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സെക്ഷൻ നമുക്ക് ആവശ്യമില്ല, എന്നാലും ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് പറയുക. സെക്ഷൻ 4 പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 സെക്ഷൻ 4 പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോ നോട്ട്സ് ഞാൻ അയച്ചു തരാം, ജസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ അയച്ചു തരാം കേട്ടോ, മാർക്ക് ചെയ്ത നോട്ട്സ് തന്നെ അയച്ചു തരാം. അപ്പൊ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ എന്തുവാന്ന് പാർട്ട്ണർഷിപ്പ് ആക്ട് പറഞ്ഞിട്ടുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ persons who have agreed to share the profits of a firm carried on by all or any one of them acting for all. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിൽ കൂടുതൽ ആൾക്കാർ എന്തായാലും വേണം. പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ മോർ ദാൻ 1 പേഴ്സൺ എന്തായാലും വേണം. അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, അവർ എഗ്രി ചെയ്തിരിക്കുകയാണ്. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രോഫിറ്റ് നമ്മൾ ഒരു എഗ്രീഡ് റേഷ്യോയിൽ, അപ്പോൾ അവരൊരു റേഷ്യോ പറയുമ്പം ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ 50-70, 70-45 എന്താന്ന് വെച്ചാൽ അങ്ങനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പ്രോഫിറ്റ് ഷെയർ ഒക്കെ തീരുമാനിച്ചിട്ട് ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് ബിസിനസ് ചെയ്യും. ഒന്നുകിൽ എല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കും ആ ബിസിനസ് മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ മാത്രമായിട്ട് അത് മാനേജ് ചെയ്യും എല്ലാവർക്കും കൂടെ വേണ്ടി. ഓക്കെ, അപ്പം ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം 2 പേര് കാണും അല്ലെങ്കിൽ 3 പേര് കാണും. അപ്പൊ ഇതിൽ ഈ 3 പാർട്ട്നേഴ്സിൽ ഒരാള് ഇപ്പം എയും ബിയും സിയും ഉണ്ടെങ്കിൽ ഇപ്പൊ എ എന്ത് ചെയ്താലും ബി എന്ത് ചെയ്താലും സി എന്ത് ചെയ്താലും ഇവര് 3 പേര് ലയബിളാ. ഓക്കെ, ഒരാള് ഇപ്പൊ ഒരു വേറെ ഒരാളുടെ അടുത്ത് നിന്ന് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ, പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ ബിയും സിയും ലയബിൾ ആവും, എ മേടിച്ചാല്. മനസ്സിലായോ? അപ്പൊ ഒരു പാർട്ട്ണർ എന്തെങ്കിലും ചെയ്താൽ മറ്റുള്ള പാർട്ട്നേഴ്സിനും കൂടി അതിന്റെ പ്രോബ്ലംസ് വരും. അതാണ് പാർട്ട്ണർഷിപ്പിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, മനസ്സിലായല്ലോ റിലേഷൻഷിപ്പ്? മനസ്സിലായി. അവര് അങ്ങനെയാണ് അവരെ റിലേഷൻ വരുന്നത്. അപ്പൊ ഇതില് 2 അതിൽ കൂടുതൽ ആൾക്കാർ എന്തായാലും നമുക്ക് വേണം. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ പറ്റത്തില്ല. ഒന്നുകിൽ 2 പേര് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ. പിന്നെ മാക്സിമം ഒരു പാർട്ട്ണർഷിപ്പിൽ എത്ര പേരാവാന്നുള്ളത് പാർട്ട്ണർഷിപ്പ് ആക്ടിൽ പറഞ്ഞിട്ടില്ല. മിനിമം 2 പേര് വേണോന്നുള്ളത് മാത്രമേ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ പറഞ്ഞിട്ടുള്ളൂ. ഒരു പാർട്ട്ണർഷിപ്പിൽ മിനിമം 2 പേര് വേണം. മാക്സിമം എത്ര പേര് വേണോന്നുള്ളത് കമ്പനീസ് ആക്ട് ഉണ്ട്, നമുക്ക് കമ്പനി ഫോം ചെയ്യുന്ന ആക്ട്, കമ്പനീസ് ആക്ട് 2013. അതിനകത്താണ് മാക്സിമം നമ്പർ ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്പർ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ 100 പേരിൽ കൂടാൻ പാടില്ല. 100 പേരിൽ കൂടാൻ പാടില്ല എന്നാണ് പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് കമ്പനീസ് ആക്ടിനകത്ത് പറഞ്ഞേക്കുന്നത്. അല്ലാതെ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ അങ്ങനെ റൂളൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, പിന്നെ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ ഫേം, ഒരു ഫേമിൽ പാർട്ട്നേഴ്സ് ആയിട്ട് വരണം. ഒരു ഫേമിൽ പാർട്ട്ണറായിട്ട് 50 പേരാണ് നല്ലത് എന്നാണ് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ മാക്സിമം ലിമിറ്റ് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പാർട്ട്ണർഷിപ്പിൽ മാക്സിമം എത്ര പേര് വരാം എന്നുള്ള ലിമിറ്റ് പറഞ്ഞിട്ടില്ല. പകരം കമ്പനീസ് ആക്ട് 2013 പറയുന്നു 100 പേര് വരെ ആവാന്ന്. സെൻട്രൽ ഗവൺമെന്റ് പറയുന്നു 50 പേര് വരെ ആവാന്ന് മാക്സിമം. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ലിമിറ്റ് വെച്ചേക്കുന്നത്. ഇതും നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അല്ല, നമ്മുടെ ടെക്സ്റ്റിൽ ഉള്ളതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. 2 അതിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലേ ഒരു പാർട്ട്ണർഷിപ്പ് ആവത്തുള്ളൂ. ഇനി ഒരു എഗ്രിമെന്റ് വേണം പാർട്ട്ണർഷിപ്പിന്. എഗ്രിമെന്റ് വേണോന്നുള്ളത് കമ്പൽസറിയാ. പക്ഷെ ഈ എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ഓറൽ എഗ്രിമെന്റോ റിട്ടേൺ എഗ്രിമെന്റോ മതി നമുക്ക്. ഓക്കെ, പക്ഷെ രജിസ്റ്റർ ചെയ്യുന്നതാണ് ഡിസ്പ്യൂട്ട് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി നല്ലത്. അപ്പൊ ഡിസ്പ്യൂട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഒരു റിട്ടേൺ എഗ്രിമെന്റ് തന്നെയായിരിക്കും നല്ലത്. പക്ഷെ നിർബന്ധമില്ല, ഓറൽ എഗ്രിമെന്റും ആവാം, റിട്ടേൺ എഗ്രിമെന്റ് വേണേലും ആവാം. ഇനി പാർട്ട്ണർഷിപ്പ് ചേരുന്ന ഒരു ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടായിരിക്കണം. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ബിസിനസ് ആക്ടിവിറ്റിക്ക് മാത്രമായിരിക്കും നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തുള്ളൂ. പിന്നെ ഉള്ള പാർട്ട്ണർഷിപ്പിന്റെ ഒരു കാര്യമാണ് മ്യൂച്വൽ ഏജൻസി. നമ്മൾ പറഞ്ഞു 3 പാർട്ട്നേഴ്സ് ഉണ്ട്, എയും ബിയും സിയും. അതിലിപ്പം എ എന്തെങ്കിലും ചെയ്താൽ ബിനും സിനും അതിന്റെ ലയബിലിറ്റി വരും. അതേപോലെ ബി എന്തെങ്കിലും ചെയ്താൽ എനും സിനും അതിന്റെ ലയബിലിറ്റി വരും. ഏതെങ്കിലും ഒരു പാർട്ട്ണർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ബാക്കിയുള്ളവരും കൂടി അതിന് ഉത്തരം പറയേണ്ടി വരും. അപ്പൊ അതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഏജൻസി എന്ന് പറയുന്നത്.
ഒരു പാർട്ട്ണർ ചെയ്യുന്ന കാര്യത്തിന് മറ്റുള്ള പാർട്ട്നേഴ്സ് ലയബിൾ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആ റിലേഷൻഷിപ്പിനെ പറയുന്ന പേരാണ് മ്യൂച്വൽ ഏജൻസി. ഓക്കെ, മ്യൂച്വൽ ഏജൻസി. അപ്പൊ അത് പാർട്ട്ണർഷിപ്പിന്റെ ഒരു ഫീച്ചറാണ്. പിന്നെ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. ഇവരുടെ പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യണം? ഈക്വൽ ആയിട്ടാണോ, 50-50 ആണോ, അപ്പൊ എങ്ങനെയാണെന്നുള്ളത് ഇവർ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് എങ്ങനെ വേണമെന്നുള്ളത്. പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഇവരുടെ ഇടയിൽ ഇപ്പൊ 3 പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും, എയും ബിയും സിയും. എങ്ങനെയാണ് അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത്? ചിലപ്പോൾ 1:1:1 എല്ലാവരും ഒരേപോലെ. അപ്പൊ എന്താന്ന് വെച്ചാൽ അത് അവർ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതും പാർട്ട്ണർഷിപ്പിന്റെ ഒരു ഫീച്ചർ തന്നെയാണ്. പിന്നെ പറയുന്നത് ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ്. ഈ പാർട്ട്നേഴ്സിന് എന്തോരം ലയബിലിറ്റി വരും എന്നുള്ളത്. അപ്പോൾ ഓരോ പാർട്ട്ണറും ഫേമിന്റെ ഡെറ്റ് ഒക്കെ കൊടുത്തു തീർക്കാനായിട്ട് ഓരോ പാർട്ട്നേഴ്സും ലയബിളാണ്. അപ്പോൾ പാർട്ട്നേഴ്സിന് എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെങ്കിൽ അവരുടെ സ്വന്തം അസറ്റ് വേണമെങ്കിലും ഫേമിന്റെ ഈ പറയുന്ന ഡെറ്റ് പേ ഓഫ് ചെയ്യാൻ വേണ്ടി എടുക്കാം. അപ്പൊ നമ്മുടെ സ്വന്തം അസറ്റ്സ് വേണമെങ്കിലും, പാർട്ട്ണർ ആണെങ്കിൽ നമ്മുടെ സ്വന്തം അസറ്റ്സ് വേണമെങ്കിലും എടുത്തിട്ട് ഫേമിന്റെ കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പൊ അത്രയും ലയബിലിറ്റി ഉണ്ട് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വേറെ ലീഗൽ ബാക്കിംഗ് ഒന്നുമില്ല. നമ്മുടെ അസറ്റ് പോലും ചിലപ്പോൾ സെയിൽ ചെയ്തിട്ട് പാർട്ട്ണർഷിപ്പിന്റെ ലയബിലിറ്റീസ് നമുക്ക് തീർത്തു കൊടുക്കേണ്ടി വരും. അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ് പാർട്ട്ണർഷിപ്പിൽ വരുന്നത്. ഓക്കെ, പാർട്ട്ണർഷിപ്പിന്റെ സ്ട്രക്ചർ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ഫീച്ചേഴ്സ് ആണ് ശരിക്കും ഒരു പാർട്ട്ണർഷിപ്പ് ആവണമെന്നുണ്ടെങ്കിൽ അതിനുള്ളത്. 2 ആൾക്കാർ അതിൽ കൂടുതൽ ആൾക്കാർ വേണം, ഒരു എഗ്രിമെന്റ് വേണം. അത് ഓറൽ എഗ്രിമെന്റ് ആയാലും കുഴപ്പമില്ല, റിട്ടേൺ എഗ്രിമെന്റ് ആയാലും കുഴപ്പമില്ല, ബട്ട് എഗ്രിമെന്റ് വേണം. കാരണം ഡിസ്പ്യൂട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരു എഗ്രിമെന്റ് എപ്പോഴും നല്ലതാണ്. പിന്നെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് മ്യൂച്വൽ ഏജൻസി വേണം. ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മറ്റുള്ള ആൾക്കാർ ആൻസറബിൾ ആയിട്ട് മാറും. അതാണ് മ്യൂച്വൽ ഏജൻസി. ഇനി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അവർ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. ആ രീതിയിലായിരിക്കും അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ പോകുന്ന ഫ്യൂച്ചറിൽ. പിന്നെ ലയബിലിറ്റി, ഫേമിന്റെ ലയബിലിറ്റി ചിലപ്പോൾ നമ്മുടെ സ്വന്തം അസറ്റ് കൊടുത്തിട്ട് നമുക്കത് പേ ഓഫ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. പിന്നെ വരുന്ന പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഇത് കഴിഞ്ഞ വർഷം ചിലപ്പം ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? എന്തോ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ഇതിപ്പോ നമുക്ക് അക്കൗണ്ട്സിൽ തിയറി ചോദിക്കത്തില്ല എന്തായാലും. പക്ഷെ നമുക്ക് തിയറി അറിഞ്ഞിരിക്കുവാണെങ്കിൽ പ്രോബ്ലംസ് കുറച്ച് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി മാത്രം നമ്മൾ തിയറി പറഞ്ഞു പോകുന്നത്. തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് ഭയങ്കര കുറവായിരിക്കും. പാർട്ട്ണർഷിപ്പ് ഒക്കെ മിക്കതും പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് ഒരു പാർട്ട്ണർഷിപ്പിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം, പാർട്ട്ണർഷിപ്പിന്റെ എഗ്രിമെന്റിനെ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയാം. അതിൽ നമ്മുടെ പാർട്ട്ണർഷിപ്പിന്റെ നെയിം ആൻഡ് അഡ്രസ്സ്, പാർട്ട്നേഴ്സിന്റെ പേര്, പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഏത് ഡേറ്റിലാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് തുടങ്ങിയത്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഓഡിറ്ററെ വല്ലതും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാൻ വല്ല ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, നമ്മളെ എല്ലാ A to Z ആയിട്ടുള്ള കാര്യങ്ങൾ, പാർട്ട്ണർഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും. പിന്നെ നമ്മുടെ ഫേം ഡിസോൾവ് ആയി പോയ അക്കൗണ്ട്സ് എങ്ങനെ സെറ്റിൽ ചെയ്ത് പൈസ കൊടുത്ത് തീർക്കണം, പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും തർക്കം വരികയാണെങ്കിൽ അതെങ്ങനെ സെറ്റിൽ ചെയ്യണം. അപ്പൊ ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പ് വരുന്നുണ്ടോ അതെല്ലാം സ്പെസിഫൈ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. അപ്പൊ അക്കൗണ്ട്സിന്റെ പാർട്ടിയും നമ്മൾ അത്ര അറിഞ്ഞാൽ മതി. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് നോക്കേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യം നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അത് നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മൾ പ്രോഫിറ്റ് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇവിടെ യൂസ് ചെയ്യും. അപ്പൊ മിക്കപ്പോഴും ഈക്വൽ ആയിട്ടാണ് ഷെയർ ചെയ്യുക. നമുക്ക് അഗ്രിമെന്റിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈക്വൽ ആയിട്ട് അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയറിംഗ്, അങ്ങനെ നമ്മൾ ഈക്വൽ ആയിട്ട് എടുക്കണം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെങ്കിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, പാർട്ട്ണർഷിപ്പ് ഡീഡ് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പാർട്ട്ണർഷിപ്പ് ഡീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കൊടുക്കത്തുള്ളൂ. അതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ അക്കൗണ്ടിങ് വരുന്നത്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുടെ കേസ് പറയുമ്പോൾ ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഷെയർഡ് ഈക്വലി ആണെന്ന് അസ്യൂം ചെയ്യണം. 1:1 ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കേസ് വരുമ്പോൾ എഗ്രിമെന്റിൽ ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കത്തില്ല. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇപ്പൊ ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നതും നമ്മുടെ എഗ്രിമെന്റിൽ ഇല്ല, നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടില്ല ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയാണെന്നൊന്നും. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് ചാർജ് ചെയ്യണ്ടേ, എഴുതേണ്ട കാര്യമില്ല. ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്ക്
എഗ്രിമെന്റ് പറഞ്ഞാലും ഇല്ലെങ്കിലും കൊടുത്തേ പറ്റത്തുള്ളൂ. അതൊരു എക്സ്പെൻസാ, അതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മളത് കൊടുത്തേ പറ്റത്തുള്ളൂ. പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ട് അയാൾക്ക് എന്തായാലും ഇൻട്രസ്റ്റ് കൊടുക്കണം 6% പെർ ആനം. അത് നമ്മുടെ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടില്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പാർട്ട്ണർക്ക് ലോൺ ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുക്കണം. മാക്സിമം 6% പെർ ആനോ കൊടുക്കുന്നത്, ഒരു വർഷം 6% വെച്ചിട്ട് കൊടുക്കണം. ഇനി റെമ്യൂണറേഷൻ ഫോർ ഫേംസ് വർക്ക്. റെമ്യൂണറേഷൻ ഫോർ ഫേംസ് വർക്ക് എന്ന് പറയുന്നത് നമ്മളൊരു പാർട്ട്ണർക്ക് സാലറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ അവർ ചെയ്യുന്ന ഒരു വർക്കിന് അവർക്ക് സാലറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ എഗ്രിമെന്റ് ഒന്നും ഇല്ല, സാലറി പറയുന്നില്ലെങ്കിൽ ഒരു പാർട്ട്നേഴ്സിനും നമ്മുടെ പാർട്ട്ണർഷിപ്പ് നോക്കി നടത്തുന്നതിന് ഒരു പേയ്മെന്റും കൊടുക്കത്തില്ല. റെമ്യൂണറേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം, ബുക്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ കൊടുക്കുള്ളൂ, അല്ലെ കൊടുക്കൂല. അപ്പൊ ആകെ നമുക്ക് എഗ്രിമെന്റ് ഒന്നും ഇല്ലാതെ പേയ്മെന്റ് വരുന്ന ഒരേ ഒരു ഐറ്റം ആണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഓക്കെ, എഗ്രിമെന്റ് ഒന്നും ഇല്ലാതെ പേയ്മെന്റ് വരുന്ന ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രമാണ് 6% പെർ ആനം. ബാക്കി ഒന്നും വേണ്ട. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ക്വസ്റ്റിനിലൊന്നും പറഞ്ഞിട്ടില്ല, ഈക്വൽ ആയിരിക്കും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കത്തില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണെന്നുണ്ടെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യത്തില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6% പെർ ആനം പ്രൊവൈഡ് ചെയ്തേ പറ്റുള്ളൂ. റെമ്യൂണറേഷനും എഗ്രിമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, ഇല്ലേ കൊടുക്കണ്ട. ഇനി അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട്, ഇതൊക്കെ അല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ പറയുന്നുണ്ട്. ഇനി ഒരു പാർട്ട്ണർ ഫേമിൽ നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടും അയാൾക്ക്, ഇപ്പൊ ഫേം നെയിം വെച്ച് അയാൾ ബിസിനസ് ചെയ്തിട്ട് അയാൾക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടി, നമ്മുടെ പാർട്ട്ണർഷിപ്പിന്റെ ഗുണം കൊണ്ട് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ അയാൾ ഉറപ്പായിട്ട് അത് നമ്മുടെ ഫേമിന് തരണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ പ്യുവർ തിയറി ആയിട്ടുള്ള കാര്യങ്ങളാ. അപ്പൊ ഇതും നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് ടെക്സ്റ്റിൽ ഉള്ളതുകൊണ്ട് പറയുക, നമ്മുടെ പാർട്ട്ണർഷിപ്പിന്റെ ബെനിഫിറ്റ് കൊണ്ട് ഏതെങ്കിലും പാർട്ട്ണർ എന്തെങ്കിലും എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ അത് ഫേമിന് അവകാശപ്പെട്ടതാ, അത് ഫേമിന് കൊടുക്കണം. പിന്നെ പാർട്ട്ണർ നമ്മുടെ പാർട്ട്ണർഷിപ്പിന്റെ സെയിം നേച്ചറിലുള്ള ബിസിനസ് ഒറ്റയ്ക്ക് നടത്തുക. ഓക്കെ, നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുകയാണ്. അപ്പൊ അതേപോലെ അതിൽ ഒരു പാർട്ട്ണർ ഒറ്റയ്ക്ക് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് ഇയാൾക്ക് കിട്ടിയാൽ അത് ഇയാൾ എന്ത് ചെയ്യണം, പാർട്ട്ണർഷിപ്പിന് കോമ്പൻസേറ്റ് ചെയ്യണം. കാരണം നമ്മുടെ പാർട്ട്ണർഷിപ്പിന്റെ ആ ഒരു ഗുഡ് വില്ല്, ആ ഒരു ഗുഡ് നെയിം ഉപയോഗിച്ചായിരിക്കും ചിലപ്പോൾ അയാൾ ആ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഓക്കെ, ഇതും തിയറിയാ, ഇതിനും ചോദിക്കാൻ ചാൻസ് ഒന്നുമില്ല, ഇത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ. ഇനി ഇതിനകത്ത് സ്പെഷ്യൽ ആസ്പെക്ട്സ്. സ്പെഷ്യൽ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പാർട്ട്ണർഷിപ്പിൽ പ്രത്യേകിച്ച് നമ്മൾ പാർട്ട്ണറിന് പ്രത്യേകം ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അതാണ് ഒരു സ്പെഷ്യൽ ആസ്പെക്ട് ആയിട്ട് പറയുന്നത്. ഒരു പാർട്ട്ണർക്ക് അയാളുടെ സ്വന്തം പേരിൽ ഒരു അക്കൗണ്ട് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യും, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പിന്നെ വരുന്നത് വെച്ചാൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓരോ പാർട്ട്നേഴ്സിനും അവർക്ക് അവകാശപ്പെട്ട പ്രോഫിറ്റ് അവരുടെ അക്കൗണ്ടിലോട്ട്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അത് അവർക്ക് അവകാശപ്പെട്ട എത്രയാന്ന് വെച്ചാൽ അവരെ പോർഷൻ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഉള്ളത്, നമ്മളിപ്പോ പ്രോഫിറ്റ് നേരത്തെയൊക്കെ അസൈൻ ചെയ്തപ്പോൾ തെറ്റിപ്പോയി, മുമ്പ് പ്രോഫിറ്റ് അസൈൻ ചെയ്തപ്പോൾ തെറ്റിപ്പോയിട്ട് ഇപ്പൊ നമ്മളിപ്പോ കറക്റ്റ് ചെയ്യുവാണ്. അപ്പൊ അങ്ങനെ കറക്ഷൻസ് ഒക്കെ വരുത്തുവാണെങ്കിൽ, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സോ എന്തെങ്കിലും കറക്ഷൻസോ ഒക്കെ വരുത്തുവാണെങ്കിൽ അത് നമ്മൾ ഈ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യുക. പിന്നെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോം. ഈ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോം നമുക്ക് ഇനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സ്, പുതിയൊരു പാർട്ട്ണറെ ചേർക്കുന്നു, ഉള്ള പാർട്ട്ണർഷിപ്പ് വിട്ടിട്ട് പോകുന്നു, അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ അത് നമ്മൾ ഇനി പഠിക്കും. പിന്നെ ഈ പാർട്ട്ണർഷിപ്പ് ഫോം ക്ലോസ് ചെയ്യുന്നതാണ് ഡെസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോം. ഇത് നമ്മുടെ ഈ പാർട്ട് 1 ബുക്കിലെ അവസാനത്തെ യൂണിറ്റ് ആയിരിക്കും, ഡെസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോം. അപ്പൊ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നോട്ട് ഒരു ഫേം ക്ലോസ് ഡൗൺ ചെയ്യുന്നത് വരെ ഉള്ള അക്കൗണ്ടിങ് നമ്മൾ പഠിക്കും. പാർട്ട്ണർഷിപ്പിന്റെ ഫുൾ അക്കൗണ്ട്സ് നമ്മൾ പഠിക്കും. അപ്പൊ പാർട്ട്ണർഷിപ്പിൽ ഇത്രയും കാര്യങ്ങളാണ് ഫുൾ ആയിട്ടുള്ളത്. അപ്പൊ ഇത് ഫുള്ളും നമ്മൾ കവർ ചെയ്യും ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ. ഇനി ഇതില് മെയിൻ്റെനൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഇവിടെ തൊട്ടാ നമ്മളെ പ്രോബ്ലത്തിന്റെ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? നമുക്ക് 2 രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആദ്യത്തെ പേരാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, രണ്ടാമത്തത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഇത് നമ്മൾ എഴുതി വെച്ചോളാം, ഇത് തൊട്ടാ നമ്മളെ പ്രോബ്ലംസ് വരുന്നത്. മെയിൻ്റെനൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ്. ഓക്കെ, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, 2 മെത്തേഡ്സാണ് നമുക്കുള്ളത്. ഇതേ മതി.
അപ്പൊ രണ്ട് ഹെഡിങ്സ് ആണ് നമുക്ക് വരുന്നത്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഉണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഉണ്ട്. ഹെഡിങ്സ് എഴുതി വെച്ചോ കേട്ടോ, എന്തുവാന്ന് പറഞ്ഞുതരാം. എഴുതിയോ? രണ്ടാമത്തെ എഴുതുക. എഴുതിയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ മെത്തേഡ് നമുക്ക് പറയാം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഫിക്സഡ് ക്യാപിറ്റൽ ആയിരിക്കും. ക്യാപിറ്റൽ പെട്ടെന്ന് മാറ്റമൊന്നും വരത്തില്ല. ക്യാപിറ്റൽ എപ്പോഴും സെയിം ആയിരിക്കും. അഡീഷണൽ ആയിട്ട് നമ്മൾ പെർമനന്റ് ആയിട്ട് പുതിയ ക്യാപിറ്റൽ എമൗണ്ട് കൊണ്ടുവന്നാലോ പെർമനന്റ് ആയിട്ട് പൈസ എടുത്തുകൊണ്ട് പോയാലോ മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ട് അഫക്റ്റഡ് ആവത്തുള്ളൂ. അപ്പൊ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പെർമനന്റ് അഡീഷൻ ഓഫ് ക്യാപിറ്റലും പെർമനന്റ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റലും ഇത് രണ്ടും മാത്രമേ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് കാണിക്കത്തുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് ഇതിനു വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മളൊരു ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടും വെക്കും, അത് കൂടാതെ ഒരു കറണ്ട് അക്കൗണ്ട് വെക്കും. എന്നിട്ട് നമ്മുടെ ഡേ ടു ഡേ ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ എല്ലാം നമ്മൾ ടെമ്പററി വിഡ്രോവലുകൾ, നമ്മുടെ പാർട്ട്ണർഷിപ്പിന്റെ പ്രോഫിറ്റ് കിട്ടുന്നത്, അങ്ങനെയുള്ള ടെമ്പററി ആയിട്ടുള്ള പേയ്മെന്റും റെസീപ്റ്റും എല്ലാം ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ അക്കൗണ്ടിൽ വരയ്ക്കും. കറണ്ട് അക്കൗണ്ട് എന്നാണ് അതിന്റെ പേര്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ രണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മൾ പഠിക്കുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇത് അക്കൗണ്ട് കാണുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു ക്യാപിറ്റൽ അക്കൗണ്ടും വരയ്ക്കും, കൂടാതെ ഒരു പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും വരയ്ക്കും. ഇതിൽ ഈ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് നമ്മൾ കാണിക്കുന്ന എപ്പോഴും പെർമനന്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ അഡീഷൻ, പുതിയ ക്യാപിറ്റൽ പെർമനന്റ് ആയിട്ട് കൊണ്ടുവന്നാലോ ഉള്ള ക്യാപിറ്റൽ പെർമനന്റ് ആയിട്ട് വിഡ്രോ ചെയ്തുകൊണ്ട് പോയാലോ മാത്രമേ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് അത് കാണിക്കത്തുള്ളൂ. അപ്പൊ ഈ അക്കൗണ്ട് ഭയങ്കര റിസർവ്ഡ്, ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും ഇതിൽ വരത്തില്ല. പിന്നെ നമ്മൾ റെഗുലർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് അതിനകത്താണ് നമുക്ക് ആ കറണ്ട് അക്കൗണ്ടിൽ ഇപ്പോൾ ഓപ്പണിംഗിൽ എത്ര ബാലൻസ് ഉണ്ട്, പിന്നെ പാർട്ട്ണർഷിപ്പിൽ നിന്ന് നമുക്കിപ്പോൾ സാലറി കിട്ടിയിട്ടുണ്ടോ, കമ്മീഷൻ കിട്ടിയിട്ടുണ്ടോ, ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടോ, എന്തൊക്കെ റിസീവ് ചെയ്തിട്ടുണ്ടോ, ഈ പാർട്ട്ണർക്ക് പാർട്ട്ണർഷിപ്പിൽ നിന്ന് എന്തൊക്കെ കിട്ടാനുണ്ടോ അതെല്ലാം ഈ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കും. ഇയാളുടെ റെസീപ്റ്റ് എല്ലാം ഈ പാർട്ട്ണർക്ക് ഫേമിൽ നിന്ന് കിട്ടുന്ന റെസീപ്റ്റുകളാണ് നമ്മൾ ഇവിടെ കാണിച്ചേക്കുന്നത്. എല്ലാം ഇയാളുടെ ഇൻകംസ് ആണ്. ഈ പാർട്ട്ണറുടെ എല്ലാ ഇൻകംസും ഈ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും കാണിക്കുന്നത്. ഇനി ഈ പാർട്ട്ണർ ഫേമിന് കൊടുക്കാനുള്ള പേയ്മെന്റുകൾ, പാർട്ട്ണർ ഫേമിന് കൊടുക്കാനുള്ള പേയ്മെന്റ്സ് എല്ലാം നമ്മൾ ഈ പാർട്ട്ണറിന്റെ കറണ്ട് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇപ്പം ഡ്രോയിങ്സ് അയാൾ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡ്രോയിങ്സിനെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ പേയ്മെന്റ് ആയിട്ട് കാണിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അയാൾ ഫേമിന് ഇങ്ങോട്ട് തരാനുള്ളതാ, ഫേമിന് കൊടുക്കാനുള്ള പേയ്മെന്റ് അത്. അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇവിടെ ലോസ് ആണെങ്കിൽ അയാൾക്ക് അത് നഷ്ടമാണ്. അപ്പം അത് ലോസ് ആണെങ്കിൽ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റാ ചെയ്യാം. അപ്പോൾ പാർട്ട്ണർക്ക് റിസീവ് ചെയ്യാനുള്ളതെല്ലാം, ഫേമിന്റെ കയ്യിൽ നിന്ന് പാർട്ട്ണർക്ക് കിട്ടാനുള്ള എല്ലാം ക്രെഡിറ്റ് സൈഡിൽ വരും, പാർട്ട്ണർ ഫേമിന് കൊടുക്കാനുള്ളതെല്ലാം പേയ്മെന്റ് സൈഡിൽ വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ട്നേഴ്സ് അവരെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഈ മെത്തേഡിന്റെ പേര് ഇങ്ങനെയാണ്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമുക്ക് രണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം, ഒന്ന് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ഒന്ന് പാർട്ട്നേഴ്സ് ഫണ്ട് അക്കൗണ്ടും. അപ്പൊ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അവിടെ തീർന്നു, ഇത്രയേ ഉള്ളൂ ഫുള്ള്. ഇനി അടുത്ത മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡാ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ രണ്ട് അക്കൗണ്ട് ഒന്നും വരയ്ക്കത്തില്ല, ഒരൊറ്റ അക്കൗണ്ടിൽ എല്ലാം കൂടി എഴുതുന്ന മെത്തേഡാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അത് അക്കൗണ്ട് കാണുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. അതുകൊണ്ട് എല്ലാം പെർമനന്റ് അഡീഷൻ ഓഫ് ക്യാപിറ്റൽ ആയാലും പെർമനന്റ് വിഡ്രോവൽ ആയാലും എല്ലാം നമ്മൾ ഒറ്റ അക്കൗണ്ടിൽ തന്നെ എഴുതി കാണിക്കും. സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. ഓക്കെ, അതായത് പെർമനന്റ് അഡീഷനും പെർമനന്റ് വിഡ്രോവലുകൾക്കും വേണ്ടിയിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. പകരം എല്ലാ ട്രാൻസാക്ഷൻസ് ഈ ഒരു പാർട്ട്ണർ ഈ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്താലും ഒരൊറ്റ അക്കൗണ്ട് ഈ പറയുന്ന പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ അത് എൻ്റർ ചെയ്യും.
നേരത്തെ പറഞ്ഞതുപോലെ എന്ത് റെസീപ്റ്റ് അയാൾക്ക് ഫേമിന്റെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ ഈ ക്രെഡിറ്റ് സൈഡിൽ എടുക്കും. എന്ത് പേയ്മെന്റ് അയാൾ ഫേമിന് കൊടുക്കാനുണ്ടെങ്കിലും അതെല്ലാം അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും എഴുതും. അപ്പൊ അങ്ങനെ ഒരൊറ്റ അക്കൗണ്ട് വഴി എല്ലാം ചെയ്തു പോകുന്നതിനെയാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ആണല്ലോ. ഓക്കെ ചേച്ചി. ഓക്കേടാ. അപ്പൊ 2 അക്കൗണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലും ഒരു സിംഗിൾ അക്കൗണ്ടിൽ എല്ലാ ട്രാൻസാക്ഷനും കൂടെ ഒരുമിച്ച് എഴുതുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലും. ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ രണ്ടിന്റെ ഫോർമാറ്റ് ഓൾമോസ്റ്റ് സെയിം ആ. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെർമനന്റ് അഡീഷൻസും വിഡ്രോവലും കാണിക്കാൻ വേണ്ടി മാത്രം നമ്മളൊരു അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ആയിട്ട് വരച്ചു വെക്കും. ഇത് മാത്രം ഒരു എക്സ്ട്രാ നമുക്ക് പഠിക്കേണ്ട കാര്യം. പെർമനന്റ് അഡീഷനും പെർമനന്റ് വിഡ്രോവൽസും ഉണ്ടെങ്കിൽ. പിന്നെ അത് കൂടാതെ ബാക്കി റെഗുലർ ട്രാൻസാക്ഷൻ എല്ലാം കാണിക്കാൻ വേണ്ടി കറണ്ട് അക്കൗണ്ട് അതാണ് നമ്മുടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. നമ്മുടെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം പെർമനന്റ് അഡീഷൻ ആയാലും പെർമനന്റ് വിഡ്രോവൽസ് ആയാലും റെഗുലർ ആയാലും സാലറി ഇൻട്രസ്റ്റ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മൾ ഒരുമിച്ച് ഒരൊറ്റ അക്കൗണ്ടിൽ കാണിച്ചു പോകും. അത്രയേ ഉള്ളൂ. ഇനി ഇതിന്റെ പ്രോബ്ലം ആയിട്ട് ചെയ്തു നോക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ബട്ട് പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പഠിച്ചിട്ട് പോകുന്നതാ നമുക്ക് എളുപ്പം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതണ്ട, ജസ്റ്റ് ഇല്ലസ്ട്രേഷൻ 1 എന്ന് എഴുതിയിട്ടിരുന്നാൽ മതി. പറയട്ടെ. ടെക്സ്റ്റ് എന്റെ നോട്ട് ചേച്ചി. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, ടെക്സ്റ്റ് നോക്കിയാൽ മതിയടാ, ടെക്സ്റ്റ് നോക്കിയാൽ മതി. അപ്പൊ ഇല്ലസ്ട്രേഷൻ 1 സമീർ ആൻഡ് യസ്മിൻ ആർ പാർട്ട്നേഴ്സ് വിത്ത് ക്യാപിറ്റൽസ് 15 lakh and 10 lakh. ഇവർ രണ്ടുപേരും ക്യാപിറ്റൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 15 lakhും 10 lakh 2 ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പോൾ ഇവരെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോഴത്തേക്കും 2 ആൾക്കാരുള്ളത് കൊണ്ട് ഇവരെന്താ രണ്ട് എമൗണ്ട് കോളം കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. നമുക്ക് 2 എമൗണ്ട് കോളം കൊടുത്തു പോയാൽ മതി. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം പഠിച്ച മെത്തേഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അല്ലേ? ആദ്യം നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് വെച്ചിട്ട് ഇവരെ അക്കൗണ്ട് വരച്ചു നോക്കാം കേട്ടോ. സാധാരണ ക്വസ്റ്റ്യനിൽ പറയും ഏത് മെത്തേഡ് ചെയ്യണമെന്നുള്ളത്. ഇതിപ്പോ ഈ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽസ് ആർ ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലും ചെയ്യണം, 2 രീതിയിലും ചെയ്യണമെന്ന് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് നമ്മൾ പഠിച്ചത് ആദ്യം ആ രീതി ചെയ്യാം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം തന്നിട്ടുള്ള പോലെ ആദ്യം നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഇവരുടെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ക്രെഡിറ്റ് എന്ന് വേണം തുടങ്ങാൻ. ഓക്കെ. കാരണം ഇത് ലയബിലിറ്റിയാണ്, നമുക്ക് ക്യാപിറ്റൽസ് ആണ് ഇവരുടെ. നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സ് പോലെ തന്നെ ഇവരുടെ ഇതൊരു ക്രെഡിറ്റ് ബാലൻസ് അക്കൗണ്ടാണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് അക്കൗണ്ടാണ്. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റിലായിരിക്കും എപ്പോഴും വരുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇവരെ ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റനിൽ തന്നിട്ടുള്ള എടുത്തെഴുതണം ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ. ഇപ്പോൾ 15 lakhും 10 lakh ആ ക്വസ്റ്റനിൽ തന്നിട്ടുള്ള എമൗണ്ട് ആണ് നമ്മളിപ്പോൾ എടുത്തെഴുതിയത്. ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ ക്വസ്റ്റനിൽ തന്നിട്ടുള്ള എമൗണ്ട് നമ്മൾ ആദ്യം എടുത്തെഴുതി. പിന്നെ they agree to share profits in the ratio 3:2. അവരുടെ പ്രോഫിറ്റ് അവർ 3:2 റേഷ്യോയിൽ ഷെയർ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളെ ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടർ ഫിക്സഡ് മെത്തേഡും ചെയ്യാൻ പറയുന്നു, ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡും ചെയ്യാൻ പറയുന്നു. ഇനി ഡേറ്റ താഴെയാണ് തന്നിരിക്കുന്നത്. അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ്. അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എക്സ്ട്രാ എമൗണ്ട് ഫോമിൽ കൊണ്ടുവന്നതാ ക്യാപിറ്റലായിട്ട്. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് നമ്മൾ പറഞ്ഞു. പെർമനന്റ് അഡീഷനും വിഡ്രോവലും കൂടി നമുക്ക് കാണിക്കാൻ പറ്റും നമ്മുടെ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ അകത്ത്. അപ്പൊ അതുകൊണ്ട് ഈ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് 3 lakhും 2 lakhും നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ കാണിക്കാം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ചെയ്യുമ്പോഴും അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നതിനെ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് ആ 3 lakhും 2 lakhും അവിടെ തന്നെ കാണിക്കാം. ഓക്കെ. എഴുതാമല്ലോ? എഴുതി. ഇനി പെർമനന്റ് വിഡ്രോവൽസ് വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഈ അക്കൗണ്ട് എഴുതാൻ പറ്റത്തുള്ളൂ. അത് ഇവിടെ വേറെ ഒരു ഐറ്റം എഴുതരുത്. പെർമനന്റ് വിഡ്രോവൽ ഉണ്ടെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊരിക്കലും പെർമനന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പെർമനന്റ് വിഡ്രോവൽ ആണെങ്കിൽ പെർമനന്റ് എന്ന് എഴുതിയിരിക്കും, അല്ലാത്തതൊന്നും പെർമനന്റ് അല്ല. ബട്ട് കോൺട്രിബ്യൂഷൻസ്, അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻസ് നമുക്ക് എടുക്കാം. പക്ഷെ ഡ്രോയിങ്സ് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ എടുക്കാൻ പാടില്ല. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഒരു പ്രത്യേകതയാ പെർമനന്റ് അഡീഷനും പെർമനന്റ് വിഡ്രോവലെ കൺസിഡർ ചെയ്യാവൂ. അപ്പൊ ഇവിടെ ഒരു പെർമനന്റ് അഡീഷൻ ഉണ്ട്, അത് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പൊ അതോടെ നമ്മുടെ അക്കൗണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എടുക്കേണ്ട ഐറ്റംസ് തീർന്നു, വേറെ ഒന്നും എടുക്കാൻ പാടില്ല. ഓക്കെ.
ഓക്കെ അല്ലേ? ഓക്കെ ചേച്ചി. ഇതിപ്പോ ബുക്കിൽ എഴുതണോ? വേണ്ടടാ, ഇത് ഞാൻ എന്തായാലും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഞാൻ അയച്ചു തരാം. അപ്പൊ ഒരിക്കൽ കൂടെ കേട്ടിട്ട് എഴുതാം. ആ ഓക്കെ. അപ്പം വേറൊന്നുമില്ല. ഇപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബാലൻസ് ഉള്ള ബാലൻസും നമ്മുടെ അഡീഷണൽ ആയിട്ടുള്ള ക്യാപിറ്റലൂടെ ചേർത്തുള്ള ടോട്ടൽ കണ്ടുപിടിക്കുക. അത് ഫസ്റ്റ് പാർട്ട്ണർ സമീറിനും കണ്ടുപിടിക്കണം, സെക്കൻഡ് പാർട്ട്ണർ എസ്മിനും കണ്ടുപിടിക്കണം. രണ്ടുപേരുടെയും ടോട്ടൽ എഴുതിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ അത് ക്യാരി ഡൗൺ ചെയ്യണം. ഓക്കെ. കാരണം വേറെ ഒരു ഐറ്റം എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ഇത് രണ്ടും അല്ലാതെ വേറെ ഒന്നും എഴുതിക്കൂടാ. അപ്പൊ അവിടെ തന്നെ നമ്മൾ ആ ബാലൻസ് ക്ലോസ് ചെയ്യുക. ബാലൻസ് ക്യാരി ഡൗൺ ചെയ്ത് ക്ലോസ് ചെയ്യണം, ഡബിൾ ലൈൻ ചെയ്ത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ ചേച്ചി. ഇപ്പൊ ചെയ്യണമെന്നില്ല, പിന്നീട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഡൗട്ട് വരുവാണെങ്കിൽ പറയണേ. ആ അപ്പൊ ഇത് ഇത്രേ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ ബാക്കിയുള്ള എല്ലാ ട്രാൻസാക്ഷനും എഴുതുന്നത് ഈ കറണ്ട് അക്കൗണ്ടിലാണ്. ഈ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ചെയ്യാൻ പറഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ള ഈ അഡീഷനും പെർമനന്റ് ആയിട്ടുള്ള വല്ല വിഡ്രോവലും ഉണ്ടെങ്കിൽ അത് മാത്രം ഈ അക്കൗണ്ട് എടുത്തിട്ട് ബാക്കി എല്ലാ ട്രാൻസാക്ഷനും എഴുതുന്നത് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിലായിരിക്കും. ഓക്കെ. ഇനി ഈ ക്വസ്റ്റ്യനിൽ പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. ഈ കറണ്ട് അക്കൗണ്ടിന് സാധാരണ സെപ്പറേറ്റ് ഓപ്പണിംഗ് ബാലൻസ് വരുന്നതാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ഐറ്റം ഇല്ല. ഇവിടെ ഇപ്പൊ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് എഴുതാൻ നമുക്ക് ഇവിടെ ഇല്ല. ബൈ ബാലൻസ് അല്ലെങ്കിൽ ഇവിടെ വന്നേനെ, ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് നമുക്ക് ഇവിടെ വന്നേനായിരുന്നു രണ്ടിടത്തും. ബട്ട് അത് നമുക്ക് ഇവിടെ തന്നിട്ടില്ല, അതുകൊണ്ടാണ് എഴുതാത്തത് കേട്ടോ. തന്നിട്ടുണ്ടെങ്കിൽ എടുത്ത് എഴുതണം. പിന്നെ എപ്പോഴും അക്കൗണ്ട് പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ക്രെഡിറ്റ് സൈഡിൽ നിന്ന് തന്നെ ആയിരിക്കും ബാലൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മറന്നു പോകരുത്. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ ഇവിടെ തന്നെ എപ്പോഴും ക്രെഡിറ്റിൽ തന്നെ ആയിരിക്കും മിക്കപ്പോഴും. ഓക്കെ. ഡെബിറ്റ് ആണെങ്കിൽ അവരത് എടുത്ത് പറയും, ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട്. അല്ലാത്ത എല്ലാ കേസിലും നമ്മൾ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി എന്തൊക്കെ ട്രാൻസാക്ഷൻസ് വരുന്നുണ്ടോ അതെല്ലാം നമ്മൾ ഇവിടെ എഴുതുള്ളൂ. അപ്പൊ 1 by 1 ആയിട്ട് വായിച്ചു നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പാർട്ട്ണറിന് ഫേം ഇങ്ങോട്ട് തരുന്നതാണ്. പാർട്ട്ണറിന് ഫേം ഇങ്ങോട്ട് തരുന്നതായതുകൊണ്ട് അയാൾക്ക് അത് റെസീപ്റ്റാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റെസീപ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പാർട്ട്ണറിന് റിസീവ് ചെയ്യുന്ന എല്ലാം എഴുതേണ്ടത് ഇവിടെ നമ്മൾ പറഞ്ഞു, ക്രെഡിറ്റ് സൈഡിൽ. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതിവിടെ എഴുതണം. ഓക്കെ. ഇനി ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ത് എമൗണ്ടിന്റെ പുറത്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നേ? ഇത്. അപ്പൊ ഇതിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നേ, നമുക്ക് ആദ്യം ഓപ്പണിംഗിൽ ക്യാപിറ്റൽ തന്നിട്ടില്ലേ 15 lakhും 10 lakhും. അതിന്റെ 5%. അത് ഒന്ന് ചെയ്ത് നോക്കിയേ. 15 lakhിന്റെ 5% എത്ര വരും? 15 lakhിന്റെ 5%. 15 lakhിന്റെ 5% 75,000 വരും. പിന്നെ അഡീഷണൽ ക്യാപിറ്റലും കൂടി 75,000 വരും. അതുകൂടാതെ അഡീഷണൽ ക്യാപിറ്റൽ എത്ര ഉണ്ട്? 3 lakhും കൂടെ വന്നിട്ടുണ്ട് അല്ലെ? അഡീഷണൽ ക്യാപിറ്റൽ 3 lakh കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ അത് അഡീഷണൽ ക്യാപിറ്റൽ എപ്പോഴാ കൊണ്ടുവന്നതെന്ന് ഇനി നമ്മൾ നോക്കണം. അപ്പൊ 75 ഇപ്പൊ നമുക്കറിയാം. അത് കൂടാതെ അഡീഷണൽ ക്യാപിറ്റൽ എപ്പോഴാ കൊണ്ടുവന്നേക്കുന്നത്? ഒക്ടോബർ 2019 അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നേക്കുന്നത് അല്ലെ? 3 lakh. അപ്പൊ ആ 3 lakhന് ഒക്ടോബർ മന്ത് തൊട്ട് നമ്മൾ ബുക്ക് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് വരെ ഉള്ളത്. ഒക്ടോബർ മന്ത് തൊട്ട് ബുക്ക് ക്ലോസ് ചെയ്യുന്നത് ഡേറ്റ് ക്വസ്റ്റ്യനിലുണ്ട്, 31st മാർച്ചിലാണ് ബുക്ക് ക്ലോസ് ചെയ്യുന്നത്. അപ്പം ഒക്ടോബർ 31 തൊട്ട്, അതായത് 31st 2019 ഒക്ടോബർ ഡേറ്റ് തന്നിട്ടില്ലാത്തതുകൊണ്ടേ നമുക്കൊരു കാര്യം ചെയ്യാം. 1st ഒക്ടോബറിൽ കൊണ്ടുവന്നതായിട്ട് എഴുതാം. 1st ഒക്ടോബർ തൊട്ട് 31st മാർച്ച് വരെ ഈ 3 ലക്ഷത്തിനും നമുക്ക് 5% കാണണം. ഓക്കെ. അപ്പൊ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പൊ 3 ലക്ഷത്തിന് 6 മാസത്തെ ഇൻട്രസ്റ്റ്. അത് 3 lakh into 5% into 6/12. 6 മാസത്തേക്ക് അല്ലേ? അപ്പൊ ആ 75,000ന്റെ കൂടെ ആ എമൗണ്ടും കൂടെ ചേരുമ്പോഴാ നമുക്കിതാ ഈ പറയുന്ന 82,500 കിട്ടുന്നത്. അപ്പൊ അതിന്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ആദ്യം നമുക്ക് ആ 75,000 അത് കിട്ടിയ മനസ്സിലായല്ലോ, നമ്മുടെ ഓപ്പണിംഗ് ബാലൻസിന്റെ 5%, 15 lakhിന്റെ 5%. അത് മനസ്സിലായല്ലോ. അത് കൂടാതെ 1st ഒക്ടോബർ തൊട്ട് 31st മാർച്ച് വരെ നമ്മുടെ കയ്യിൽ 3 ലക്ഷം രൂപയും കൂടെ ഉണ്ടായിരുന്നു.
3 ലാക്ക്. അപ്പൊ ആ 3 ലാക്ക് എന്ന് പറയുന്ന 6 മാസം കയ്യിലുണ്ടായിരുന്നു ഇൻറ്റു 5/100 ആ ഇൻട്രസ്റ്റ് ഇൻറ്റു 6/12. അപ്പൊ ഇവിടെ കിട്ടുന്നത് 7,500 സംതിങ് ആണ് വരുന്നത്. 5%ന്റെ 6/12 7,500. ആ 7,500 75,000 കൂടെ ചേരുമ്പോഴാണ് അത് 82,500 ആയിട്ട് വരുന്നത്. കണ്ടോ, ഇങ്ങനെ വരും. അപ്പൊ ഇതേ കാൽക്കുലേഷനാ ഇതിനും വരിക. അത് രണ്ടാമത്തെ ആളുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. രണ്ടാമത്തെ ആളുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അയാളുടെ 10 ലാക്കിന് 5% വെച്ചിട്ട് ഫുൾ ഇയറിന് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഈ 5% ഈ 2 ലാക്കിന് 6 മാസം. ഓക്കെ, അപ്പൊ 10 ലാക്കിന്റെ വരുമ്പോഴത്തേക്കും ഇൻറ്റു 5% എന്ന് പറയുമ്പോൾ 50,000. അതിന്റെ കൂടെ 2 ലാക്ക് ഇൻറ്റു 5% ഇൻറ്റു 6/12. അപ്പൊ വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 5,000. ഓക്കെ, അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 50,000 പ്ലസ് 5,000 55,000 അങ്ങനെ അവിടെ കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ അത് രണ്ടുമാ ഈ രണ്ട് കാൽക്കുലേഷൻ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് അത് എഴുതി നമ്മള്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡ്രോയിങ്സ് നമ്മൾ ഡയറക്റ്റ് അങ്ങ് എടുത്ത് എഴുതിയത്, വേറെ ഒന്നും ചെയ്യണ്ട. ഡ്രോയിങ്സ് എന്ന് വെച്ചാൽ പെർമനന്റ് ഡ്രോയിങ്സ് ആണെങ്കിൽ ക്വസ്റ്റിന്റെ സൈഡിൽ പെർമനന്റ് എന്ന് എഴുതിയേക്കും. പെർമനന്റ് അല്ല എന്നുണ്ടെങ്കിൽ നേരെ കറണ്ട് അക്കൗണ്ടിലോട്ട് അങ്ങ് എടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. കറണ്ട് അക്കൗണ്ടിലോട്ട് നേരെ എടുത്തങ്ങ് എഴുതിയാൽ മതി. നമ്മളിത് പാർട്ട്ണർ ഫേമിന് കൊടുക്കേണ്ടി വരുന്ന തിരിച്ചു കൊടുക്കേണ്ടതാ, അതുകൊണ്ടാണ് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത്. ഡ്രോയിങ്സ് ആദ്യത്തെ ആളുടെ 30, രണ്ടാമത്തെ ആളുടെ 20. മനസ്സിലായല്ലോ? ഇനി അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കൊടുക്കേണ്ട പേയ്മെന്റ് ആണ്, പാർട്ട്ണർ ഫേമിന് കൊടുക്കേണ്ടതാണ്. അപ്പൊ അടുത്ത ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഡയറക്റ്റ് തന്നിട്ടുണ്ട്, കാൽക്കുലേഷൻ ഒന്നുമില്ല. ഫേമിന് പേയ്മെന്റ് ആയിട്ട് കൊടുക്കേണ്ടതായതുകൊണ്ട് അതും നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഫസ്റ്റ് പാർട്ടി 1,800, സെക്കൻഡ് പാർട്ടി 1,200 എഴുതിയിട്ടുണ്ട്. അടുത്ത ഐറ്റം സാലറി നമുക്ക് റെസീപ്റ്റ് ആണ്. സമീറിന് മാത്രമേ തന്നിട്ടുള്ളൂ സാലറി, യസ്മിൻ ഇല്ല, രണ്ടാമത്തെ ആൾക്കില്ല. അപ്പൊ സാലറി ആർക്കാണോ ഉള്ളത് അയാൾക്ക് ഫേമിൽ നിന്ന് റിസീവ് ചെയ്യാൻ എലിജിബിളാ. അയാളുടെ അക്കൗണ്ടിൽ മാത്രം എഴുതി കൊടുക്കുക സാലറി, പാർട്ട്ണർ സാലറി ഇയാൾക്ക് മാത്രം. അപ്പുറത്തൊരു 7,000 കിടപ്പുണ്ട്, പക്ഷെ അത് ക്വസ്റ്റ്യനിൽ സ്ഥലം മാറിപ്പോയതാ കേട്ടോ, അത് സ്ഥലം മാറിപ്പോയതാ. കമ്മീഷൻ. ഓക്കെ, അത് പ്രിന്റിങ് എറർ, അത് നോക്കണ്ട. പാർട്ട്ണറുടെ സാലറി എത്രയാണോ അത് ആർക്കാണോ കൊടുക്കേണ്ട അയാളുടെ അക്കൗണ്ട് നേരെ വേണം എഴുതാൻ. ഓക്കെ, എന്നിട്ട് അടുത്ത ഐറ്റം കമ്മീഷൻ 10,000 7,000 രണ്ടുപേർക്കും കമ്മീഷൻ ഉണ്ട്. ഇപ്പൊ പാർട്ട്ണറുടെ കമ്മീഷൻ എടുത്ത് എഴുതാം. 10,000 7,000 അവരവരുടെ കമ്മീഷൻസും അവരുടെ അക്കൗണ്ടിലോട്ട് അവർക്ക് ഫേമിന് കിട്ടാനുള്ളത്. അപ്പൊ അതും എഴുതി. അടുത്തത് ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഈ വർഷത്തെ പ്രോഫിറ്റ് ഷെയറും തന്നിട്ടുണ്ട്. അപ്പൊ അതും രണ്ടുപേരുടേതും പ്രത്യേകം തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ഷെയർ ആയതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ലോസ് ആയിരുന്നെങ്കിൽ ഇവിടെ ഇപ്പുറത്ത് ഡെബിറ്റിൽ എഴുതണ്ട വന്നേനെ. പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. ഈ അക്കൗണ്ട് നമ്മൾ പഠിച്ചില്ല, ഈ അക്കൗണ്ട് നമ്മൾ പഠിക്കും. കാരണം പാർട്ട്നേഴ്സിന് അവരുടെ സാലറി, കമ്മീഷൻ, പ്രോഫിറ്റ് ഷെയർ ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിന്റെ പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പൊ ഈ അക്കൗണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. ഇപ്പൊ എന്തായാലും ഡയറക്റ്റ് തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ ആ ഐറ്റംസ്, ആ പ്രോഫിറ്റും കൂടി ഇവിടെ എടുത്തുന്നുള്ളൂ. ഓക്കെ, എടുത്തല്ലോ. അപ്പൊ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ ഫില്ല് ചെയ്യണം അതാണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ആ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ. അത് മനസ്സിലായല്ലോ? അയാൾക്ക് എന്തൊക്കെ റെസീപ്റ്റ് കിട്ടുന്നുണ്ടോ അതെല്ലാം ക്രെഡിറ്റ് സൈഡിലേ വരാൻ പാടുള്ളൂ. എന്തൊക്കെ പേയ്മെന്റ് അയാൾ ഫേമിന് കൊടുക്കണം അതെല്ലാം ഡെബിറ്റ് സൈഡിലും വരണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് എല്ലാ ഐറ്റംസും കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ട് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യണം.
അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പറയുമ്പോൾ രണ്ട് സൈഡും ആഡ് ചെയ്ത് നോക്കുക. ഏത് സൈഡാണോ കൂടുതലുള്ള സൈഡിൽ നിന്ന് കുറവുള്ളത് മൈനസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സാധാ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യും പോലെ. അപ്പൊ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ക്രെഡിറ്റ് സൈഡിൽ നിന്ന് ഡെബിറ്റ് സൈഡിലുള്ള ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ലെസ് ചെയ്യുമ്പോൾ ബാലൻസ് ക്യാരിഡ് ഡൗൺ ഡെബിറ്റ് സൈഡിൽ തന്നെ വരും. അപ്പൊ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരിഡ് ഡൗൺ ഇവിടെ 2 തവണ എഴുതിയിട്ടുണ്ട്, ഒരു തവണ എഴുതിയാൽ മതി. ബാലൻസ് ക്യാരിഡ് ഡൗൺ നമുക്ക് ആദ്യത്തെ പാർട്ടിക്ക് 1,47,00,000, സെക്കൻഡ് പാർട്ടിക്ക് 80,800. എന്നിട്ട് ആ വലിയ ടോട്ടൽ രണ്ട് സൈഡിലും എഴുതി കൊടുത്താൽ മാത്രം മതി. ഓക്കെ. ഓക്കെ ചേച്ചി. അപ്പൊ ഇതാണ് നമ്മുടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. മനസ്സിലായോ? മനസ്സിലായി. ഇനി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇതുപോലെ ഇങ്ങനെ പ്രത്യേകം എഴുതത്തൊന്നുമില്ല, എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് ക്ലബ് ചെയ്ത് എഴുതും. ഇതാ കണ്ടില്ലേ, ഒറ്റയടിക്ക് എഴുതും. ഇതാണ്ടോ, ഒരൊറ്റ അക്കൗണ്ടിനകത്ത് ആ 15 lakhും 10 lakhും 3 lakhും 2 lakhും കൂടി ഇവിടെ ഇങ്ങ് കൊണ്ടുവരും, ഒരുമിച്ച് എഴുതും. പ്രത്യേകം ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് വെക്കത്തില്ല. അതാണ് ഈ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിന്റെ പ്രത്യേകത. അപ്പൊ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് 2 അക്കൗണ്ട് വരച്ച് വെക്കണ്ട, ഒരൊറ്റ അക്കൗണ്ട് വരച്ചാൽ മതി. എന്നിട്ട് എല്ലാ ട്രാൻസാക്ഷനും അതിനകത്ത് അങ്ങ് എഴുതാം. മനസ്സിലായോ? അത്രേ ഉള്ളൂ വ്യത്യാസം, വേറെ ഒരു ചേഞ്ചും ഇല്ല കേട്ടോ. അപ്പൊ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ചെയ്യാൻ പറഞ്ഞാൽ ഒരിക്കലും പാർട്ട്ണറിന് സെപ്പറേറ്റ് ആയിട്ടൊരു ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കണ്ട. പകരം എന്തൊക്കെ ഐറ്റംസ് തന്നിട്ടുണ്ടോ അതെല്ലാം ഒരൊറ്റ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരയ്ക്കുക. റെസീപ്റ്റുകളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രെഡിറ്റ് സൈഡിലും, ഫേമിന് അയാൾ കൊടുക്കേണ്ടി വരുന്ന പേയ്മെന്റുകളെല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതി കൊടുക്കണം. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ട് നമുക്ക് ബാലൻസ് ചെയ്യുകയും ചെയ്യാം. അതായത് രണ്ട് സൈഡും ആഡ് ചെയ്ത് നോക്കിയിട്ട് ഏത് സൈഡാണോ കൂടുതലുള്ള സൈഡിൽ നിന്ന് കുറവുള്ളത് മൈനസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എവിടെയാണോ ഡെഫിഷ്യൻസി വരുന്നത് അവിടെയാണ് നമ്മൾ ആ ബാലൻസ് ക്യാരി ഡൗൺ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കണം. അപ്പം ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ 2 ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ പ്രസന്റേഷൻ നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യേണ്ടതെന്നുള്ള നമുക്ക് മനസ്സിലായോ? അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നന്നായിട്ട് മനസ്സിലായിട്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്നുള്ളത് പഠിക്കാം. ആ അക്കൗണ്ട് എന്താണെന്നും ആ അക്കൗണ്ടിലെ ഐറ്റംസ് എങ്ങനെ എഴുതുമെന്നും ഒക്കെ പഠിക്കാം കേട്ടോ. അപ്പൊ ഇതിപ്പോ നമുക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടതെന്ന്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. നമ്മൾ ആ ഇല്ലസ്ട്രേഷൻ തന്നെ ചെയ്ത് നോക്കിയാൽ മതി, വേറെ ഒന്നുമില്ല. ഈ ഇല്ലസ്ട്രേഷൻ തന്നെ ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇല്ലസ്ട്രേഷൻ 1. ഓക്കെ.